പിന്നെ വളരെ ഗൗരവമായിട്ട് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയും തീരുമാനം അപ്പം ഉണ്ടാകുകയും ചെയ്യും. അപ്പം തീരുമാനം ഉണ്ടാകും. നമ്മൾ അങ്ങനെ ഒരു അനാവശ്യ കാര്യങ്ങൾ പറയുകയോ ജീവിതത്തിൽ ഇന്ന് വരെ ഒരു മോശപ്പെട്ട രീതിയിൽ ഒരാക്ഷേപത്തിന് ഇട കൊടുക്കുന്ന ഒരു കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. ഇനി രണ്ടു നേതാക്കന്മാരെ കുറിച്ച് ചോദിക്കാം. ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം പറഞ്ഞാൽ എം എം മണിയെക്കുറിച്ച് താങ്കളുടെ കാഴ്ചപ്പാട്. എനിക്കിഷ്ടമുള്ള ഒരാളാണ്. എനിക്കൊരു പണക്കോ ഇല്ല. പുള്ളിയുടെ സംഭാഷണ രീതിയും നാടൻ ശീലങ്ങളും ഒക്കെ എനിക്കങ്ങനെ പുള്ളിയുടെ നമ്മുടെ സുഹൃത്താണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പോയതാണല്ലോ പുള്ളി, കടലുകാരനാണ്. അപ്പോൾ കാണുമ്പോൾ സ്നേഹമൊക്കെ കാണിക്കാറുണ്ട്. എനിക്ക് പിന്നെ പുള്ളിയോട് ഒരു പണക്കമൊന്നുമില്ല. പുള്ളി ഒരു നാടൻ രീതിക്കാരനാണ്. പുള്ളിയുടെ നാടൻ രീതി കൊണ്ടാണ് പുള്ളി ഇടുക്കി ജില്ലയിലെ ഒരു പരിധി വരെ CPM-ൻ്റെ ഒരു വളർച്ച ഉണ്ടാക്കിയതും അതിൻ്റെ പിന്നിൽ എം എം മണിക്ക് വലിയ റോളുണ്ട്. അതൊക്കെ ഇപ്പോൾ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. തകർന്നു കഴിഞ്ഞു എങ്കിലും ഒരു കാലഘട്ടം ഒരു CPM-ന് ഒരു മുന്നേറ്റം ആ നാട്ടിലുണ്ടായിട്ടുള്ളത് എം എം മണി കൊണ്ട് തന്നെ, വേറൊരു നേതാവ് കൊണ്ടല്ല. അദ്ദേഹത്തിൻ്റെ നാടൻ രീതിയിലുള്ള ഇടപെടൽ ആർക്കും അപ്രോച്ച് ചെയ്യാവുന്നൊരു രീതി ഉണ്ടായിരുന്നു. ഏത് കാര്യത്തിലും അദ്ദേഹം ഇടപെടുമായിരുന്നു. പ്രത്യേകിച്ച് ഇടുക്കി ജില്ലക്കാരുടെ വിഷയങ്ങളുണ്ട്. ഭൂപ്രശ്നമാണെങ്കിലും അവിടുത്തെ വിഷയങ്ങൾ എൻ്റയർലി ഡിഫറൻ്റ് ആണല്ലോ മറ്റ് ജില്ലകളുമായിട്ട് ബന്ധപ്പെട്ട്. അതിന് പറ്റിയ രീതിയിലുള്ള ഒരു നാടൻ നേതാവായിരുന്നു പുള്ളി. അതിൻ്റെ ഒരു സ്നേഹം പുള്ളിക്ക് നാട്ടുകാർ കൊടുത്തിട്ടുമുണ്ട്. നമുക്കാണെങ്കിലും കാണുമ്പം പണക്കമൊന്നുമില്ല പുള്ളിയെ കാണുമ്പം. PC ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ നാട്ടുകാരനാണ്. എനിക്ക് പുള്ളിയോട് വ്യക്തിപരമായി ഞങ്ങൾ തമ്മിൽ വഴക്കും വയ്യവലിക്കുന്നത് ഇതുവരെ പോയിട്ടില്ല. പക്ഷേ എപ്പോഴും അഭിപ്രായങ്ങൾ മാറ്റി കൊണ്ടുപോകും. അത് ശരിയായ ഒരു കാര്യമല്ല. പിന്നെ കാര്യങ്ങളെക്കുറിച്ച് പുള്ളി വളരെ എന്തായി പറയുക, ഒരടിസ്ഥാനവും ഇല്ലാത്ത കാര്യങ്ങളും പുള്ളി വെറുതെ വിളിച്ചു പറയും. പുള്ളിക്ക് പുള്ളിയുടെ ഏത് ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയത്തില്ല. പല കാര്യങ്ങളും പുള്ളി വിളിച്ചു പറയുന്ന പല കാര്യങ്ങളും ശരിയല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ജോസ് കെ മാണി നല്ല മനുഷ്യനാണ്, സാത്വികനായ മനുഷ്യനാണ്. വെറുതെ നമ്മളൊക്കെ അദ്ദേഹത്തിനെതിരായിരുന്നു എന്നോ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പുകാർ വിശ്വസിച്ചിരിക്കുന്നത് എപ്പോഴും മാണി സാറിനെതിരെ, കേരള കോൺഗ്രസിനെതിരെ നിരന്തരം പ്രശ്നം ഉണ്ടാക്കുക. കാരണം ഞാനും ആ ഏരിയയിൽ നിന്നുള്ള ആളായതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരാളാണ്. നമ്മളൊക്കെ മാണി സാറിനോട് ശരികേട് കാണിച്ചിട്ടുണ്ടോ, നീതികേട് കാണിച്ചിട്ടുണ്ടോ എന്നൊക്കെ അവർ പറയും. അതൊക്കെ വെറുതെ പറയുന്നതാണ്. ഞാൻ ഒരിക്കലും അങ്ങനെയൊന്നും കാണിച്ചിട്ടില്ല. ജോസ് കെ മാണി ഒരു നല്ല ആളായിട്ടാണ് ഞാൻ കൂട്ടിയിരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു പരിധി വരെ ചിലപ്പോൾ വേണമെങ്കിൽ ഈ പ്രാദേശികമായിട്ട് ഇവിടെയൊന്നും അല്ല പഠിച്ചതെന്ന്. പുള്ളി ഊട്ടിയിലും പുറത്തുമൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം പുള്ളിക്ക് നാടുമായിട്ട് സിങ്ക് ആകാൻ ഇത്തിരി താമസം എടുത്തു. പക്ഷേ കുറേ വികസന കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ MP ആയിരുന്ന കാലത്ത്, പുള്ളി കേന്ദ്രത്തിൽ MP ലോക്സഭയിലായിരിക്കുന്ന കാലത്ത്, കോൺഗ്രസിൻ്റെ അല്ല UDF-ൻ്റെ MP ആയിരുന്ന കാലത്ത് കുറേ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊന്നും പക്ഷേ ഇതുവരെ ആളുകളങ്ങനെ റെക്കഗ്നൈസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്കറിയാം. BJP സംസ്ഥാന പ്രസിഡന്റിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? ഇപ്പോഴത്തെ സംസ്ഥാന സന്ദർശകൻ. എനിക്ക് അദ്ദേഹത്തെ വലിയ അടുത്തറിയാവുന്ന ആളൊന്നുമല്ല. ഇങ്ങനെ അകലകളിൽ നിന്ന് കണ്ടിട്ടേ ഉള്ളൂ. പേഴ്സണലായിട്ട് ഞാൻ സംസാരിച്ചിട്ട് പോലുമില്ല. അദ്ദേഹം അങ്ങനെ കാണാനുള്ളൊരു അവസരം ഉണ്ടായിട്ടില്ലല്ലോ. പുള്ളി ഇങ്ങനെ പിന്നെ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു, നേരെ കേന്ദ്രമന്ത്രിയാകുന്നു, പിന്നെ തിരിച്ച് കേരളത്തിൽ വരുന്നു, MLA ഇപ്പോഴാകുന്ന MP ആയിട്ട് മത്സരിക്കുന്നത്, പാർട്ടിയുടെ പ്രസിഡൻ്റാകുന്നു. MP ആയിട്ട് മത്സരിച്ച് തോറ്റു കഴിഞ്ഞപ്പം പുള്ളി BJP-ന്ന് പോവുകയാണെന്നൊരു ദിവസം വാർത്തയും വന്നതാണ്. പിന്നെ പുള്ളി തിരിച്ചു വന്നു, പുള്ളി MLA ആയി. ഇവിടെയുണ്ട് പുള്ളി ഒരു പുതിയ പരീക്ഷണമല്ലേ CPM BJP-യുടെ. ആ പരീക്ഷണത്തിൽ ജയിക്കുമല്ലോ എന്നുള്ളത് അവരല്ലേ, അത് നന്നാവുകയോ ഇല്ലയോ എന്നുള്ളത് ഭാവി വിലയിരുത്തേണ്ട കാര്യമാണ്. പത്മജ കോൺഗ്രസ് വിട്ടുപോയപ്പോൾ ആദ്യം തോന്നി എന്തായിരുന്നു? ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. ഒരിക്കലും അവർ ചെയ്യാൻ പാടില്ലാത്തതാണ്. കോൺഗ്രസ് കൊണ്ട് ഒരുപാട് സൗകര്യങ്ങൾ അനുഭവിച്ച ഒരു വ്യക്തിയാണ് അവർ. ഒരുപാട് സൗകര്യങ്ങൾ അവർ കോൺഗ്രസ് പാർട്ടിക്ക് അവർ ചെയ്തിട്ടുള്ളതിൻ്റെ 10 ഇരട്ടി അവർ ലീഡർക്ക് വേണ്ടി ലീഡറുടെ കാര്യങ്ങൾ നോക്കി ലീഡറെ സ്നേഹിച്ച് കൊണ്ടുനടന്നു എന്നുള്ളത് സത്യം. അവസാനം വരെ ലീഡറോടൊപ്പം ഉണ്ടായിരുന്നു. അത് നല്ല കാര്യം. അതിനപ്പുറത്ത് പുള്ളി കോൺഗ്രസ്സിന് വേണ്ടിയിട്ടൊന്നും വലിയ ത്യാഗമൊന്നും അനുഭവിച്ചിട്ടില്ല. പക്ഷേ അവർ ഈ പാർട്ടിക്കകത്തുനിന്ന് പാർട്ടിക്കകത്ത് അവർ ചെയ്തിട്ടുള്ളതിനേക്കാൾ 10 ഇരട്ടി പാർട്ടി അവർക്ക് ചെയ്തിട്ടുണ്ട്. സൗകര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവർ എല്ലാ സൗഭാഗ്യങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാരണവശാലും ഒരു സ്ഥാനമില്ലെങ്കിലും ഒരിക്കലും കോൺഗ്രസ് വിട്ടു പോകാൻ പാടില്ലായിരുന്നു. കോൺഗ്രസ് വിട്ടിട്ട് വർത്തമാനം പറയാനും പാടില്ലായിരുന്നു. അത് അച്ഛൻ്റെ മനസ്സിനെ വേദനിപ്പിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ആരാണ് ടീം? ലോകകപ്പ് നടക്കുകയാണ്. ലോകകപ്പിൽ എനിക്ക് ഈ പറഞ്ഞ പോലെ വലിയ ആരാധന അങ്ങനത്തെ ടീമുകളോട് എനിക്കിപ്പം എംബാപ്പെ എനിക്കിഷ്ടമുള്ള കളിക്കാരനാണ്. സ്പീഡ് ഇപ്പം
പുതിയതായിട്ട് യമാല്, നമ്മുടെ പിന്നെ ഇതിൻ്റെ നമ്മുടെ പിന്നെ സ്പെയിനിൻ്റെ, പിന്നെ ഇന്നലെ വന്ന നോർവേയുടെ ഹാളണ്ട്, ഇതൊക്കെ പുതിയ പിള്ളേരാണ്. അവരുടെയൊക്കെ ഭയങ്കര സ്പീഡാണല്ലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെയൊക്കെ കളി കാണാൻ. ഇപ്പം മെസ്സിയും പിന്നെ ഇയാളൊക്കെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഒക്കെ അവരുടെയൊക്കെ ഒരു കാലം അങ്ങ് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അതെ. അപ്പോൾ പുതിയ ആളുകൾ വരുന്നു. ഇപ്പോൾ പുതിയ ആളുകളുടെ മത്സരം ഞാൻ പ്രതീക്ഷിച്ചവരൊക്കെ ജയിച്ചു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഫ്രാൻസ് ജയിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഇന്നലെ തന്നെ. പിന്നെ എനിക്ക് കാര്യം ബ്രസീൽ വലിയ പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും ബ്രസീൽ ബ്രസീൽ തോക്കാനാണ് സാധ്യത എന്ന് ഇന്നലെ കളി തുടങ്ങിയപ്പോഴേ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. കാരണം മറ്റേ ഹാളണ്ട് എന്നൊക്കെ പറയുന്ന ഷാർപ്പ്, എൻ്റെ സ്പീഡാണ് അയാളുടെയൊക്കെ. അപ്പോൾ അവർ പുതിയ തലമുറയിലെ കുട്ടികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല എന്ന് എനിക്ക് തോന്നി. ബ്രസീലിന് പഴയ പാരമ്പര്യവും പേരും ഒക്കെയാണ് ഉള്ളതെങ്കിലും ഉണ്ടായിരുന്നു, നല്ല കളിക്കാരൊക്കെ ഉണ്ട് എങ്കിൽ പോലും. പിന്നെ ഇപ്പോൾ അവരുടെ നെയ്മറൊക്കെ കുറേ ഔട്ട് ഓഫ് ഫോം ആയി. അതൊന്നും പിന്നെ ഒന്നും ക്ലിക്ക് ചെയ്തില്ല. ആ പടം ഇന്നലെ ഒരു പെനാൽറ്റി അടിച്ചു എന്നുള്ളതല്ലാതെ. ഈ മേഖലയിലെല്ലാം വലിയ ശ്രദ്ധയാണ്. സിനിമയിലാണെങ്കിലും ഞാൻ എല്ലാത്തിനും ശ്രദ്ധിക്കുന്നതാണ്. എനിക്ക് സ്പോർട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഈ പാർട്ടിയുടെ പിന്നെ ഒരുപാട് സംഘടന, നമ്മുടെ ദേശീയ കായിക വേദിയൊക്കെ ഞാനാണ് ഉണ്ടാക്കിയത്. ഇപ്പോഴും വടംവലി അസോസിയേഷൻ്റെ പ്രസിഡൻ്റാണ് ഞാൻ. അവിടെ എല്ലാ സ്പോർട്സിലൊക്കെ ഞാൻ ഇപ്പോഴും ശ്രദ്ധിക്കുന്ന ആളാണ്. വൈഫ് നല്ല ഗായികയാണല്ലേ? വൈഫ് ഓൾ ഇന്ത്യ റേഡിയോയിലായിരുന്നല്ലോ. വൈഫ് പിന്നെ ഇവിടുത്തെ സ്റ്റേഷൻ്റെ ചുമതലക്കാരിയുടെ ഡയറക്ടറായിട്ടാണ് പിന്നെ റിട്ടയർ ചെയ്തത്. ഗായിക പാട്ടും സൈഡായിരുന്നു എങ്കിലും നല്ല ഒരു സിനിമയിൽ നല്ലൊരു വേറെ സിനിമ പാടി ഏറ്റവും അവസാനത്തെ പാട്ട് വന്നത്. പിന്നെ ഒരു ചാനലൊക്കെ ഉണ്ട് പുള്ളിക്കാരത്തേക്ക്. അങ്ങനെയായിട്ട് സംഗീതത്തിൽ ലയിച്ചിങ്ങനെ ചാനലൊക്കെ ഉണ്ടോ? ആ ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ. ആ പാട്ടിൻ്റെ പഴയ പാട്ടുകൾ ഒക്കെ. ഇനി അടുത്ത ഇൻ്റർവ്യൂ എനിക്കറിയില്ല, എല്ലാം തീരുമാനിക്കുന്ന എല്ലാം വരട്ടെ. അവസാന വാക്ക് AICC ആണ്. ആ വാക്കിൽ അത് വരട്ടെ. അതിപ്പോൾ എനിക്കിപ്പം ഞാനതിന് എനിക്ക് എൻ്റെ സമയമായി എന്ന് തോന്നിയത് കൊണ്ടാണ് ഒന്ന് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഒരുപാട് പിന്തുണ കിട്ടിയിട്ടുണ്ട്. അതിന് ഒരുപാട് പേരുടെ സീനിയർ ആയിട്ട് ആളുകളും ജൂനിയേഴ്സും പുതിയ തലമുറയും നമ്മുടെ മിഡിലെ പിന്നെ നവനിരയിലുള്ള നേതാക്കളും ഒക്കെ MLA മാരുടെ നല്ലൊരു പങ്ക്. അവർക്കൊക്കെ എല്ലാവരുമൊക്കെ നമ്മൾ നല്ല ആത്മബന്ധമുള്ളവരാണല്ലോ. അങ്ങനെ ആരും ഉപദ്രവിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടവും സ്നേഹവും ഒക്കെ ഉണ്ട്. ആ സ്നേഹം ഞാൻ പറഞ്ഞില്ല, അതാണ് നമ്മുടെ സന്തോഷം. നമുക്കുള്ള മുതൽ അതാണ് നമ്മുടെ മുതൽ. ഇത്രയും കാലത്തെ ഈ നടപ്പ് കൊണ്ടുണ്ടായത് മുതൽ അതാണ്. സത്യം വേറെ ഒരു നേട്ടമൊന്നുമല്ല നമുക്കുണ്ടായത്. അതാണ് നമ്മുടെ ആ നേട്ടത്തിലൂടെ ഇനി മുന്നോട്ട് പോവുക. നല്ല പോകട്ടെ. വരുന്നത് വരട്ടെ. വരുന്നിടത്ത് കാണാം. നമുക്കുള്ളതാണ് നമുക്കെത്തും. അത്രയേ ഉള്ളൂ. ആ വിശ്വാസത്തിന് മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഞാൻ ട്രിവാൻഡ്രത്ത് വന്ന് KPCC ആസ്ഥാനത്തിൽ വന്നിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടെ എടുക്കും. ഒത്തിരി സന്തോഷം. ഓക്കെ, താങ്ക് യു.